സിന്ദൂരരേഖ ഭാഗം 92. അവനടുത്തേക്ക് നടന്നു വന്നുകൊണ്ട് അവൻ്റെ തലയൊന്ന് താഴ്ത്തി അവൻ്റെ വിരിഞ്ഞ നെറ്റിയിൽ അവളൊന്ന് അമർത്തി ചുംബിച്ചിരുന്നു. അവനൊന്ന് ചിന്തിക്കാനാവുന്നതിന് മുൻപേ തന്നെ മറുത്തെന്തെങ്കിലും പ്രതികരിക്കാനാവുമ്പോൾ തന്നെ അവളത് ചെയ്തു തീർത്തിരുന്നു. ഇതെൻ്റെ പ്രണയമാണ്, എൻ്റെ അവകാശമാണ്. എത്രയൊക്കെ നിങ്ങളെന്നെ വേദനിപ്പിച്ചാലും ഈ മനസ്സിലെന്നും നിങ്ങളോട് പ്രണയം മാത്രമേ ഉണ്ടാവുള്ളൂ. അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൻ ഇഷ്ടമായില്ലെങ്കിലോ എന്ന് കരുതി അവൻ്റെ മുന്നിൽ നിന്നും പോകാനൊരുങ്ങി അവളുടെ കയ്യിൽ പിടിച്ച് അവൻ തടഞ്ഞു നിർത്തി. അപ്പോൾ എൻ്റേത് പ്രണയം അല്ലായിരുന്നു എന്നാണോ നീ പറയുന്നത്? പ്രണയത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് ക്ഷമയാണ് മനുവേട്ട. അതെനിക്ക് ആവശ്യത്തിലധികം ഉണ്ടെന്ന് ഞാൻ തെളിയിച്ചു കഴിഞ്ഞതാണ്. ഇനിയും അതിവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൻ്റെ മുന്നിൽ ഇനിയും കരയാൻ താല്പര്യമില്ലാത്തതുപോലെ നിറഞ്ഞു വന്നിരുന്ന കണ്ണുകൾ അവൻ കാണാതിരിക്കാൻ അവൾ അവനിൽ നിന്നും മുഖം തിരിച്ചു. കൂടുതൽ സമയം അവിടെ നിൽക്കാതെ അവൾ താഴേക്ക് ഇറങ്ങിയിരുന്നു. യാത്ര പറഞ്ഞവൻ പോകുന്നതിന് മുന്നേ അമ്മയെ ഒന്ന് ചേർത്ത് പിടിക്കാനും അമ്മയ്ക്ക് നെറ്റിയിലൊരു ചുംബനം കൊടുക്കാനും അവൻ മറന്നില്ല. തന്നെ ഉറ്റുനോക്കി നിൽക്കുന്ന അമ്മാളുവിനെ അവൻ കാണുന്നുണ്ടായിരുന്നു. അവളുടെ അടുത്തേക്ക് പോയി അവളെ ഒന്ന് ചേർത്ത് പിടിച്ച് നെറ്റിയിലൊന്ന് ചുംബിച്ചു. കണ്ണുകൾ കൊണ്ട് മാത്രം അവളോട് യാത്ര പറഞ്ഞ് അവൻ കാറിലേക്ക് കയറിയിരുന്നു. കാറ് മുന്നിലേക്ക് എടുത്തപ്പോൾ തന്നെ നിറഞ്ഞു വന്ന കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവൾ അങ്ങനെ തന്നെ തിരികെ അകത്തേക്ക് കയറിപ്പോയി. അമ്മാളുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കാർ അല്പം മുന്നിലേക്ക് എടുത്തപ്പോൾ തന്നെ ഉണ്ണി ഗൗരവത്തോടെ അവനോട് തിരികെ ചോദിച്ചു. എന്താ ഇപ്പം അങ്ങനെ ചോദിക്കാൻ? ദേവനിലയത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഉള്ളതുപോലെ അല്ല. അമ്മാളും ആകെ ഡെസ്പായിട്ടിരിക്കുന്നു. എനിക്ക് തോന്നിയതാണോ എന്നറിയില്ല. ഞങ്ങൾ തമ്മിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല ഉണ്ണി. അവളിത്തിരി സാഡാണ്. ഞാനിങ്ങനെ പോകുന്ന കാര്യം 2 ദിവസം മുൻപാണല്ലോ അവളോട് പറഞ്ഞത്. അതിൻ്റെ ചെറിയൊരു വിഷമം. 2 ദിവസത്തിനുള്ളിൽ തന്നെ അവൾ ഓക്കെ ആയിക്കോളും. തങ്ങൾക്ക് 2 പേർക്കും ഇടയിലുള്ള കാര്യം മൂന്നാമതൊരാളോട് പറയാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് അതിനെ അവനെ കൂടെ അറിയിച്ച് കൂടുതൽ പ്രശ്നത്തിലേക്ക് എത്തിക്കണ്ട എന്ന് ചിന്തിച്ചത് കൊണ്ട് മനു അങ്ങനെയാണ് ഉണ്ണിയോട് പറഞ്ഞത്. എയർപോർട്ടിൽ മനുവിനെ ആക്കി അവൻ അതിനുള്ളിലേക്ക് കയറുന്നത് കൂടി കണ്ടതിന് ശേഷമാണ് ഉണ്ണി തിരികെ പോന്നത്. വീട്ടിലെത്തി കഴിഞ്ഞു വന്ന് നോക്കുമ്പോൾ അമ്മ എന്തോ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുവാണ്. സാധാരണ ഇങ്ങനെ ഒറ്റയ്ക്കുള്ള സമയങ്ങളിൽ അമ്മയെ ചുറ്റിപ്പറ്റി അമ്മയുടെ അടുത്തായിട്ട് തന്നെ അമ്മാളുവിനെയും കാണാനാവുന്നതാണ്. പക്ഷേ ഇതിപ്പോൾ അവളെ കാണാതെ ആയപ്പോൾ തന്നെ ഉണ്ണിയുടെ മുഖം ഒന്ന് ചുളിഞ്ഞു. ആ, നീ എത്തിയോ? യാത്രയൊന്നും കുഴപ്പമില്ലായിരുന്നല്ലോ? ഇല്ല, ഏട്ടൻ എയർപോർട്ടിനുള്ളിലേക്ക് കയറുന്നത് കണ്ടിട്ടാണ് ഞാൻ പോകുന്നത്. അവൻ പറഞ്ഞതും അമ്മ അതിനൊന്ന് മൂളി. അമ്മാളും എവിടെ? അവൻ ഷൂ ഊരുന്നതിനിടയിൽ അമ്മയോട് സംശയത്തോട് ചോദിച്ചു. മനു പോയപ്പോൾ മുതൽ മുറിയിൽ പോയിരിക്കുന്നതാണ്. ഇതുവരെ ഇറങ്ങി വന്നിട്ടില്ല. അമ്മ അവളെ വിളിച്ചില്ലേ? ഇല്ല. എത്രയൊക്കെ ആയാലും വിഷമം ഉണ്ടാകും. അതുകൊണ്ട് ഒറ്റയ്ക്കിരിക്കണമെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ എന്ന് ഞാനും കരുതി. അമ്മ പറഞ്ഞതും ഉണ്ണിയൊന്ന് മൂളി. മുറിയിലേക്ക് പോകും വഴി അമ്മാളുവിൻ്റെ മുറിയിലേക്ക് അവനൊന്ന് നോക്കി. അതടഞ്ഞു കിടക്കുന്നത് കണ്ടതും അവനൊന്ന് നിശ്വസിച്ചുകൊണ്ട് തൻ്റെ മുറിയിലേക്ക് കയറി. കുളിച്ചു കഴിഞ്ഞ് തിരികെ ഇറങ്ങി വരുമ്പോഴും അവളുടെ മുറി അടഞ്ഞു തന്നെ കിടക്കുന്നത് കണ്ടതും അങ്ങനെ അവൾ ഇത്രയും അധികം നേരം ഒറ്റയ്ക്ക് അങ്ങനെ മുറിക്കുള്ളിലിരുത്തുന്നത് ശരിയല്ല എന്ന് കരുതി അവൻ അവളുടെ മുറിവാതിൽക്കൽ വന്ന് ഒന്ന് കൊട്ടി. അമ്മാള് വന്നേ, വാതിൽ തുറന്നേ. ഉണ്ണി വാതിലിൽ തട്ടി വിളിച്ചു. കുറച്ചു നേരം അകത്തുനിന്ന് അനക്കമൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും അല്പസമയം കഴിഞ്ഞപ്പോൾ അവൾ വന്ന് വാതിൽ തുറന്നു. മനുവേട്ടനെ യാത്രയാക്കാൻ നിൽക്കുമ്പോൾ ഇട്ടിരുന്ന വേഷം തന്നെയാണ് ഇപ്പോഴും ഇട്ടിരിക്കുന്നത്. പക്ഷേ മുടിയൊക്കെ ആകെ പാറിപ്പറന്ന് കണ്ണൊക്കെ ആകെ കലങ്ങി ചുവന്നിരിക്കുവാണ്. എന്ത് വേഷമായത്? പോയി മുഖമൊക്കെ കഴുകി വന്നേ. അവളുടെ മുന്നിലേക്ക് വീണ് കിടക്കുന്ന മുടിയെല്ലാം പിന്നിലേക്ക് മാടി ഒതുക്കി വെച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ഞാൻ കുറച്ചുനേരം ഇവിടെ ഇരുന്നോട്ട് ഉണ്ണിയേട്ടാ. ദയനീയമായിട്ട് എന്നതുപോലെ ആയിരുന്നു അവൾ അത് അവനോട് ചോദിച്ചത്. പറ്റില്ല, പോയി മുഖമൊക്കെ കഴുകി ഫ്രഷായിട്ട് വാ. എന്തുവാ ഇത്? ഏട്ടൻ 2 മാസത്തേക്ക് US പോയി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കണോ? അവളുടെ വേഷം കണ്ടതും അവൻ അല്പം ദേഷ്യത്തോടെ തന്നെ അവളോട് പറഞ്ഞു. അത് കേട്ടതും പിന്നെയും അവനോടൊന്നും പറയാൻ നിൽക്കാതെ അവൾ പോയി മുഖമൊക്കെ ഒന്ന് കഴുകി മുടിയൊക്കെ കെട്ടിവെച്ച് വന്നു. ഫുഡൊന്നും കഴിക്കണ്ടേ? ഇല്ലെങ്കിൽ നിരാശാകാമിക കളിച്ച് ഇന്ന് പട്ടിണി കിടക്കാനാണോ? വരാൻ നോക്ക്. അവൾ മുഖമൊക്കെ കഴുകി കഴിഞ്ഞു വന്നതും ഉണ്ണി അവളുടെ തോളിലൂടെ കൈയിട്ട് തമാശ പോലെ പറഞ്ഞു. അത് കേട്ടതും അമ്മാള് വിഷമം പോലും മറന്ന് അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. മതി, ഇത് മതി. ഇത്രേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. ഉണ്ണി അവളുടെ കവിളിലൊന്ന് കുത്തിക്കൊണ്ട് പറഞ്ഞു. സമയം ഏകദേശം രാത്രി 8:30 കഴിഞ്ഞിട്ടുണ്ട്. 9 മണിക്കാണ് മനുവിന് ഫ്ലൈറ്റ്. ഫ്ലൈറ്റിൻ്റെ സമയം കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ ഇറങ്ങി വരുമ്പോൾ അമ്മാളുവിൻ്റെ കണ്ണുകൾ ക്ലോക്കിലേക്കൊന്ന് നീണ്ടു. അമ്മ, ഒരു നിരാശാകാമുകിയെ കണ്ടുകിട്ടിയിട്ടുണ്ട്. സ്റ്റെപ്പ് ഇറങ്ങി വന്നപ്പോൾ തന്നെ അവളെ ഒന്ന് വട്ടാക്കാൻ എന്ന പോലെ ഉണ്ണി അമ്മയോട് വിളിച്ചു പറഞ്ഞു. ഉണ്ണിയുടെ കൂടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുമ്പോഴും അവളാകെ മൂകമായിരുന്നു. കുറച്ചൊക്കെ ഓക്കെ ആയി എങ്കിലും പിന്നെയും അവളുടെ അവസ്ഥ മനസ്സിലാക്കി ഉണ്ണി അവളോട് സംസാരിച്ചില്ല.
രാത്രി ഒറ്റയ്ക്ക് കിടക്കണ്ട, അമ്മയുടെ കൂടെ വന്ന് കിടക്കാൻ പറഞ്ഞപ്പോൾ ഒന്നും നോക്കാതെ അമ്മാളും അവിടെ വന്ന് കിടന്നു. കാരണം ഓരോ നിമിഷവും ആ മുറിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തോ അവളുടെ മനസ്സിനെ വീണ്ടും വേദനിപ്പിച്ചുകൊണ്ടിരിക്കുവാണത്. ഏകദേശം നീണ്ട 22 മണിക്കൂർ നീണ്ട യാത്ര. അതിനിടയിൽ 1-2 സ്ഥലത്ത് കണക്റ്റഡ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് കുറച്ച് റെസ്റ്റ് എടുക്കാൻ പറ്റി. പക്ഷേ അന്നേരം ഒന്നും നെറ്റ്വർക്ക് ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ വീട്ടിലേക്കൊന്നും വിളിക്കാൻ പറ്റിയില്ല. ഏജൻസി വഴി പോകുന്നത് കൊണ്ട് തന്നെ അവർ പറഞ്ഞ് ഒരു ഡ്രൈവർ എയർപോർട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അവിടുന്ന് അവർ അവന് വേണ്ടി ഒരുക്കിയിരുന്ന ഫ്ലാറ്റിലേക്കാണ് പോയത്. എന്താവശ്യമുണ്ടെങ്കിലും ഡ്രൈവർ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരുന്നത്. ആളെ വിളിച്ചാൽ മതി. മനു ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം വീട്ടിലേക്ക് വിളിച്ചു. അമ്മയാണ് വിളിച്ചത്. എന്നിട്ട് വെറുതെ അമ്മാളുവിനെയും ഉണ്ണിയെയും പേരിനൊന്ന് അന്വേഷിച്ചു എന്ന രീതിയിൽ ചോദിച്ചുകൊണ്ട് അവൻ കോള് കട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അവിടെ എത്തുമ്പോൾ അവൻ്റെ ഉള്ളിൽ ആകെ ഒരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സിറിൽ സാർ. ഇത്രയും വർഷമായിട്ടും ആളെ ഒന്ന് നേരിൽ കാണാൻ പറ്റിയിട്ടില്ല. ആളെ ഒന്ന് കാണണം. ഇന്നെന്തായാലും ലോങ് ട്രാവലൊക്കെ കഴിഞ്ഞു വന്നതുകൊണ്ട് നല്ല ടയേർഡാണ്. അതുകൊണ്ട് ഇന്നിനി പോകണ്ട, നാളെ പോകാമെന്ന് കരുതി. പിറ്റേ ദിവസമായപ്പോൾ മനു യാത്രയായി ഇറങ്ങി. സിറിൽ സാറിൻ്റെ ഹൗസ് അഡ്രസ്സൊക്കെ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് ഡ്രൈവർക്ക് കൊടുത്തപ്പോൾ തന്നെ കൃത്യമായിട്ട് ആൾ മനുവിനെ അവിടെ എത്തിച്ചിരുന്നു. കോളിംഗ് ബെൽ അടിച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് ആരോ വന്ന് വാതിൽ തുറന്നത്. സിറിൽ സാറിൻ്റെ വൈഫായിരുന്നു. മനുവിന് ആളെ മനസ്സിലായെങ്കിലും അവർക്ക് മനുവിനെ മനസ്സിലായില്ല. ഹു ആർ യു? പരിചയമില്ലാത്തത് കൊണ്ട് തന്നെ അവരവനോട് തിരക്കി. മലയാളിയല്ലേ? അവർ ഇംഗ്ലീഷിൽ ചോദിക്കുന്നത് കേട്ടതും മനു തിരികെ ചോദിച്ചു. കണ്ണിലിരുന്നിരുന്ന കൂളിംഗ് ഗ്ലാസ് എടുത്ത് മാറ്റി അവൻ. അപ്പോൾ അവരുടെ കണ്ണുകൾ അവനെ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന പോലെ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നത് പോലെ ഒന്ന് ചുരുങ്ങി. അതെ, മലയാളിയാണ്. ഐ എം ഡോക്ടർ മാനവർമ്മ, MD ഓഫ് വർമ്മ ഹോസ്പിറ്റൽസ്. അത് കേട്ടപ്പോൾ അവരുടെ മുഖം പരിചയഭാവത്തിലാകുന്നത് അവന് മനസ്സിലായി. സിറിൽ സാറല്ലേ? ഉണ്ട്, അകത്താണ്, വരൂ. അത് പറഞ്ഞ് അകത്തേക്ക് കയറിയപ്പോൾ കാണുന്നത് സോഫയിലിരുന്ന് TV കണ്ടുകൊണ്ടിരിക്കുന്ന സിറിൽ സാറിനെയാണ്. സിറിൽ, ദാ ഇയാൾ നിങ്ങളെ കാണാൻ വന്നതാണ് എന്ന് പറഞ്ഞ് അവരകത്തേക്ക് കയറി. അവനെ കണ്ടപ്പോൾ തന്നെ അയാളുടെ കണ്ണുകൾ ഒന്ന് ഞെട്ടലോടെ വിടർന്നു. മാനവ്? അവനെ കണ്ടപ്പോൾ തന്നെ അയാൾ അത്ഭുതത്തോടെ വിളിച്ചു. അവൻ അയാളുടെ അടുത്തേക്ക് വന്നു. താനെന്താ ഇവിടെ? ഞാൻ കുറച്ച് മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. സോ ഐ തോട്ട് ഓഫ് വിസിറ്റിംഗ് യു. കുറേ നാളായില്ലേ കണ്ടിട്ട്. ഹോസ്പിറ്റലൊക്കെ ഇപ്പോൾ കംപ്ലീറ്റ് മാനേജ്മെൻറ്റ് മാധവാണ്. ഞാൻ തൽക്കാലം ഒന്ന് മാറി നിന്നു. ഇനിയിപ്പോൾ അതൊക്കെ തിരികെ കയറണം. ഇപ്പോൾ സാറിന് എങ്ങനെയുണ്ട്? ഇടതുവശം മുഴുവൻ തളർന്നു പോയതാണ്. ഇപ്പോൾ ഫിസിയോതെറാപ്പി വഴി കൈയും കാലും ഒക്കെ മൂവ് ചെയ്ത് തുടങ്ങി. എങ്കിലും നടക്കാൻ അല്പം പ്രയാസമാണ്. എല്ലാം പറഞ്ഞ് അവൻ കുറച്ചധികം സമയം അയാളോട് സംസാരിച്ചു കഴിഞ്ഞ് തന്നെയാണ് തിരികെ വന്നത്. ഫോണിൽ ഉണ്ണി വിളിക്കുന്നത് കണ്ടതും അവൻ വേഗം തന്നെ കോൾ അറ്റൻഡ് ചെയ്തു. ഏട്ടാ, എന്തായി? ഫോൺ എടുത്ത പാടെ അവൻ അതാണ് അങ്ങോട്ട് ചോദിച്ചത്. ഹീസ് ആക്ടിങ് ഉണ്ണി. എന്താ? അയാളുടെ രോഗം അടക്കം ഫുൾ ആക്ടിംഗ് ആണ്. ഇവിടെ അയാൾക്കുള്ള ഭാര്യ പോലും നല്ല ഗുഡ് ആക്ട്രസ് ആണ്. അവൻ പറഞ്ഞതും മറുവശത്ത് ഉണ്ണി നിശബ്ദമായി. എന്താ ഇനി നെക്സ്റ്റ് പ്ലാൻ? അവൻ്റെ അവിടുത്തെ ഡീലിങ്സൊക്കെ ഒന്ന് അന്വേഷിച്ചറിയണം. ഡീറ്റെയിൽഡായിട്ട് തന്നെ. 2 മാസം, ചിലപ്പോൾ അതിൽ കൂടുതൽ. ഫോൺ കോൾ അവസാനിപ്പിച്ച് അവൻ നേരെ പോയത് ഒരാളെ കാണാനായിരുന്നു. ഡോക്ടർ ഫെലിക്സ് അലക്സാണ്ടർ. തൻ്റെ കൂടെ മെഡിസിൻ പഠിച്ചപ്പോൾ ഉണ്ടായതാണ്. തൻ്റെ പ്രാരാബ്ദം നിറഞ്ഞ ജീവിതത്തിനിടയിൽ തനിക്ക് ആകെ ഉണ്ടായിരുന്ന നല്ല സുഹൃത്ത്. ആരോടും കൂട്ടില്ലാതിരുന്ന തന്നെ തേടി ഇങ്ങോട്ട് വന്നവൻ, തൻ്റെ ചങ്ങാതി. മെഡിസിൻ പഠിച്ചു കഴിഞ്ഞ് ഹയർ സ്റ്റഡീസിന് വേണ്ടി അവൻ US ലേക്ക് വന്നിരുന്നു. പിന്നീട് ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഫാമിലിയായിട്ട് ഈ നാട്ടിൽ സെറ്റിൽഡാണ്. മനുവിൻ്റെ കല്യാണം അവന് താല്പര്യമൊന്നുമില്ലാത്ത നടത്തിയത് കൊണ്ട് മനു അവനെ വിളിച്ചില്ല. മാത്രമല്ല, ഫെലിക്സിൻ്റെ ഭാര്യയുടെ ഡെലിവറി അടുത്ത് നിൽക്കുന്നത് കൊണ്ട് ആൾക്ക് വരാൻ പറ്റിയ സാഹചര്യവും ആയിരുന്നില്ല. മനു? അകത്തേക്ക് കയറി വരുന്ന ആളെ കണ്ടപ്പോൾ തന്നെ അവൻ ഓടി വന്ന് മനുവിനെ പുണർന്നിരുന്നു. ഫെലിക്സിൻ്റെ ഭാര്യ ആനിയെയും കുഞ്ഞിനെയും ഒക്കെ കണ്ട് സംസാരിച്ചു. അല്പസമയം അവരുടെ കൂടെ ചിലവഴിച്ച് മനുവും ഫെലിക്സും ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പുറത്തേക്കിറങ്ങി. നീ എന്താ ഏജൻസി വഴിയൊക്കെ വരാൻ നിന്നത്? എന്നെ വിളിച്ച് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാൽ പോരായിരുന്നോ? കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഫെലിക്സ് അല്പം പരിഭവത്തോടെ തന്നെയായിരുന്നു മനുവിനോട് അത് ചോദിച്ചത്. ഏയ്, അത് ശരിയാവില്ല. അങ്ങനെ നിന്റെ ചിലവിൽ നിന്നാൽ ചിലപ്പോൾ നിനക്കത് ദോഷാവും. ഇതിപ്പോൾ ഏജൻസിയിലുള്ളവർക്ക് പോലും സംശയം തോന്നാത്ത രീതിയിലാണ് ഇങ്ങോട്ട് എത്തിയത് ഞാൻ. അതെങ്ങനെ? ഏജൻസി ഡ്രൈവർ എന്നെ നിൻ്റെ വീടിൻ്റെ അടുത്തുള്ള റിസോർട്ടിലാണ് ഡ്രോപ്പ് ചെയ്തത്. അവിടെ നിന്നാണ് ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വന്നത് പോലും. ഹോ, ബുദ്ധിമാൻ. അവൻ പറയുന്നത് കേട്ടതും ഫെലിക്സ് അവൻ്റെ തോളിൽ തട്ടി. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത പാർട്ടായിട്ട് നാളെ തന്നെ വരാം കേട്ടോ. ബൈ.